പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റിക്വസിഷനിങ് ഓഫ് ദ പോസ്റ്റ് ആണ്. ഒരു ഓഫീസിൽ എത്ര പോസ്റ്റ് വേക്കൻ്റ് ആണ്, എത്ര പോസ്റ്റ് ഫില്ല് ചെയ്യാം എന്ന് എടുക്കുന്ന കണക്കിനെയാണ് നമ്മൾ റിക്വസിഷനിങ് ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ ആസ്കിങ് ഓഫ് വേരിയസ് ഗിവൺ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അബൌട്ട് ദെയർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദെയർ പേഴ്സണൽ. The recruiting authority, for example Kerala Public Service Commission, it collects various information about the actual need of the departments. As such, how many posts are vacant, then how many posts can be filled by direct recruitment as well as indirect recruitment. എത്ര പോസ്റ്റ് വേക്കൻ്റ് ആണെന്ന് കണ്ടുപിടിക്കണം, എത്ര പോസ്റ്റ് ഡയറക്റ്റായി റിക്രൂട്ട് ചെയ്യാൻ പറ്റും, എത്ര എണ്ണം ഇൻഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റും എന്നും കൃത്യമായി ഒരു ഇൻഫോർമേഷൻ റിക്രൂട്ടിംഗ് അതോറിറ്റി കളക്ട് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ റിക്വസിഷനിങ് ഓഫ് ദ പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഡിറ്റർമിനിങ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് കണ്ടീഷൻസ്. റിക്രൂട്ട് ചെയ്യപ്പെടേണ്ട ആൾക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസും കണ്ടീഷൻസും ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ ദ പബ്ലിക് സർവൻസ് ആർ ബോത്ത് ജനറൽ ആൻഡ് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ. ജനറൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സിറ്റിസൺഷിപ്പ്, റെസിഡൻസ്, ജെൻഡർ. സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ പർട്ടിക്കുലർ പേഴ്സൻ്റെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്. ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻ ബി again divided into general education or technical education. ഇനി അപ്പം ക്വാളിഫിക്കേഷൻസ് ജനറൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഏജും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസുമാണ്. തേർഡ് സ്റ്റേജ് ഡിസൈനിങ് ദ ആപ്ലിക്കേഷൻ ഫോം. ഒരു കൃത്യമായി എല്ലാ ഇൻഫോർമേഷനും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കണം. A suitable application form will be designed which should contain the columns that give all the relevant information about the applicant. A suitable application form will be designed which should contain the columns that give all the relevant information about the applicant. അടുത്തത് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഏറ്റവും നല്ല പേഴ്സൺസിനെ കിട്ടാൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ അത് എല്ലായിടത്തും നമ്മൾ അഡ്വർടൈസ് ചെയ്യണം. ഇൻ ഓർഡർ ടു അട്രാക്ട് മോർ ആൻഡ് മോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ദ അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്ലി പ്രിൻറ്റഡ്, ബ്രോഡ്കാസ്റ്റഡ് ഓർ ടെലികാസ്റ്റഡ്. ഇറ്റ് ഷുഡ് ഓൾസോ ബി കെയർഫുള്ളി റിട്ടൺ. അതിനുശേഷം വരുന്ന സ്റ്റേജ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻസ്. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ സൂക്ഷ്മ പരിശോധന. ആപ്ലിക്കേഷൻ ഷുഡ് ബി സ്ക്രൂട്ടിനൈസ്ഡ് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഫുൾഫിൽ ദ മിനിമം പ്രിസ്ക്രൈബ്ഡ് റിക്വയർമെൻറ്റ്സ് ആർ റിജക്റ്റഡ് ആൻഡ് ഇൻഫോംഡ് അക്കോർഡിംഗ്ലി. എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിനെ പുറന്തള്ളി കളയണം. അതിനാണ് നമ്മൾ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഹോൾഡിംഗ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഇൻ്റർവ്യൂ. അതിനുശേഷം ചെയ്യേണ്ട പ്രോസസ്സാണ് എക്സാമിനേഷൻ നടത്തണം. എന്തിനാണ് എക്സാമിനേഷൻ നടത്തുന്നത്? ബൈ എക്സാമിനേഷൻ ഓൺലി ദ എബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഈസ് ടെസ്റ്റഡ് ആൻഡ് അൺക്വാളിഫൈഡ് പേഴ്സൺസ് ആർ എലിമിനേറ്റഡ്. എന്തൊക്കെ തരത്തിലുള്ള എക്സാമിനേഷൻസ് നടത്താം? The following tests are done such as written examination, oral examination and performance demonstration. എഴുത്ത് പരീക്ഷ നടത്താം, ഇൻ്റർവ്യൂ മെത്തേഡ് നോക്കാം. ഇപ്പം ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ അയാളുടെ കഴിവ് റിട്ടേൺ എക്സാം നടത്തുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യില്ല. പെർഫോമൻസ് ഡെമോൺസ്ട്രേഷൻ തന്നെ വേണം. എങ്ങനെ നന്നായിട്ട് അയാൾ വണ്ടി ഓടിക്കുന്നു എന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഫോളോയിങ് ടെസ്റ്റ് ആർ ഡൺ. ഏതൊക്കെ ടെസ്റ്റ് നടത്താം? റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, ഓറൽ എക്സാമിനേഷൻ ആൻഡ് പെർഫോമൻസ് ഡെമോൺസ്ട്രേഷൻ. അടുത്ത സർട്ടിഫിക്കേഷൻ.
സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സബ്മിഷൻ ഓഫ് എലിജിബിൾ നെയിംസ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. അതായത് എക്സാമിനേഷൻ നടത്തി ഒരു എലിജിബിളായ പേഴ്സൺസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതിനെയാണ് നമ്മൾ സർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ സബ്മിഷൻ ഓഫ് എലിജിബിൾ നെയിംസ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. നെക്സ്റ്റ് ഈസ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ചൂസിങ് ഫ്രം എമംഗ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ എലിജിബിൾ, ക്വാളിഫൈഡ് ആൻഡ് അവൈലബിൾ. നമ്മൾ സർട്ടിഫിക്കേഷനിൽ ഒരു കൂട്ടം ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 60 മാർക്സിന് മുകളിൽ മേടിക്കുന്ന എല്ലാവരെയും നമ്മൾ സർട്ടിഫൈ ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. നമുക്കതിനെ PSCയുടെ കണക്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയാം. അതിൽ നിന്നും മോസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസിനെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലിട്ടിട്ട് ആദ്യം വിളിക്കുന്നത്. അതിനാണല്ലോ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മാർക്ക് ഉള്ളവരാണ് ആദ്യം വരുന്നത്. അതാണ് സെലക്ഷൻ. സെലക്ഷൻ ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് choosing from among those candidates who are eligible, qualified and available. അടുത്ത സ്റ്റേജ് അപ്പോയിൻമെൻ്റ് ആണ്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആൻ അപ്പോയിൻറ്റിംഗ് ലെറ്റർ ഈസ് ഇഷ്യൂഡ് ടു ദ particular candidate. And the last one is placement. It is the assignment of a job to the employee. A proper placement only reduces employee turnover, absenteeism and improves morale. സോ പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു ഓഫീസിലേക്ക് ഒരു ജോലി ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്നു. പ്ലേസ്മെൻറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് എ ജോബ് ടു ദ എംപ്ലോയി. അപ്പം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റിക്വസിഷനിങ് ഓഫ് ദ പോസ്റ്റ് ഉണ്ട്, ഡിറ്റർമിനിങ് ദ ക്വാളിഫിക്കേഷൻസ് ആൻഡ് കണ്ടീഷൻസ്, ഡിസൈനിങ് ദ ആപ്ലിക്കേഷൻ ഫോം, advertisement, scrutiny of applications, holding of examinations and interview, certification, selection, appointment, placement എന്ന 10 പ്രോസസ്സ് വഴിയാണ് ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അത് തുടങ്ങുന്നത് എത്ര പേര് പോസ്റ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിൽ തുടങ്ങി പിന്നെ എന്താണ് അവസാനിക്കുന്നത് പ്ലേസ്മെൻറ്റിലാണ്. ഒരാൾക്ക് ജോലി ലഭിക്കുമ്പോൾ നമുക്കത് ഒരു ലാഡർ പോലെ കൃത്യമായി പഠിച്ചു പോകാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്.